നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. വസ്ത്രയിൽ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞ് അങ്ങനെ നിൽക്കുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ കുളിച്ചൊരുങ്ങി അച്ഛനും അമ്മയും ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കാരണം ഞാൻ നാളെ നമ്മുടെ സ്റ്റോക്ക് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വേദയ്ക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കോട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ട്യൂഷനും എല്ലാം ഞാൻ അതനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു 2 ദിവസത്തേക്ക്. അങ്ങനെ 2 ദിവസത്തേക്ക് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഒരുക്കി കൂട്ടി വെച്ചിട്ട് പോകാമെന്ന് കരുതി. അച്ഛനെ പോയി വാങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പപ്പി കിടന്ന് കുരയ്ക്കുന്ന നോക്കി. അങ്ങനെ മീനൊക്കെ വാങ്ങി 2 ദിവസത്തേക്ക് വാങ്ങി ഫ്രിഡ്ജിലൊക്കെ വെക്കാമെന്നും പറഞ്ഞ് ഞാനിങ്ങനെ അതുകൊണ്ട് മീൻ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ എന്നെയും കൊണ്ട് എങ്ങാണ്ടൊക്കെ പോയിട്ടോ. ഇത് അങ്ങ് ബാലരാമപുരവും കഴിഞ്ഞ് ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള തിക്കി നിറഞ്ഞൊരു മാർക്കറ്റ്. പക്ഷെ മീനൊന്നുമില്ല. നിറയെ മീൻകാരൊക്കെ ഇരിപ്പുണ്ട്. ഇന്ന് മീനില്ലാത്തത് കൊണ്ടാവാം കുഞ്ഞ് ഈ കണ്ണൻ കൊഴിയാളയുടെ കുഞ്ഞു കൊഴിയാള അതൊക്കെയുള്ളൂ. വലിയ മീനൊന്നുമില്ല കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന എന്തോ വട്ടം കണ്ണി പാരാന്ന് പറഞ്ഞിട്ടുള്ള മീൻ. അതൊരു 3-4 എടുത്ത് വെച്ചിട്ട് 1000 രൂപയെന്നേ. അത് ഭയങ്കര വിലയായിട്ട് തോന്നി. ഈ മാർക്കറ്റിൽ ഇനി അങ്ങനത്തെ വിലയ്ക്ക് കൊടുക്കുന്നതാണോ, മീനില്ലാത്തത് കൊണ്ട് ആ മീനിന് ഇത്രയും റേറ്റ് ആയതാണോ എന്താണെന്ന് അറിയത്തില്ല. മാർക്കറ്റ് കുഞ്ഞു മാർക്കറ്റ്. തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. മീനൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നവര മീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ നവര മീൻ, ആ റെഡ് കളർ മീനാണ് ട്രിവാൻഡ്രത്ത് നവര മീൻ കേട്ടോ. അച്ഛൻ നവര മീൻ കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ അത് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ചൂര വാങ്ങാൻ പോയപ്പോൾ ആ ചൂരയുടെ വയറിൻ്റെ ഭാഗത്ത് എൻ്റെ മീൻ മുട്ടയൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. അതങ്ങോട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ കാശും കൊടുത്ത് സാധനം വാങ്ങിയിട്ട് അത് കൊള്ളില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും. കണ്ടിട്ട് അത്ര ഫ്രഷായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ അതിൻ്റെ കണ്ണൊക്കെ നല്ല ഗ്ലേസിങ്ങോടെ ഇരുന്നു. അതുകൊണ്ട് അത് ഫ്രഷ് ആവാനാണ് ചാൻസ്. പക്ഷേ ആ മീൻ മുട്ട പുറത്തിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ആ താഴ്ത്തിരുന്ന മീൻ നല്ലതല്ലായിരുന്നു കേട്ടോ. കണ്ണൊക്കെ ചുമന്ന് കറുത്തിരുന്ന ഒരു മീനായിരുന്നു. അതുകൊണ്ട് അത് വാങ്ങിയില്ല. ഞാൻ മീനിൻ്റെ കണ്ണ് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. മീനിൻ്റെ കണ്ണ് നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ മീൻ നല്ലതായിരിക്കും. പിന്നെ ചിലപ്പോഴൊക്കെ പണിയും കിട്ടും കേട്ടോ. അങ്ങനെ മീൻ വാങ്ങാൻ കട്ട വെയിലത്ത് അറ്റം വരെ വന്നിട്ട് മീനും കിട്ടിയില്ല, ഒരു കുന്തവും കിട്ടിയില്ല കേട്ടോ. അവിടെ നിന്നല്ല ഒരു സ്ഥലത്തും നല്ല മീനുകളൊന്നുമില്ല. കുഞ്ഞു മീനൊക്കെ ഉള്ളൂ. മീനില്ലാത്തതാവാം. ചൂര മീനോ ഒന്നും ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ വാളയൊക്കെ ചില സ്ഥലത്ത് ഇരിക്കുന്ന കാണാം. പക്ഷെ അത് കുഞ്ഞു വാളയാണ്, വലിയ വാളയൊന്നുമില്ല. അങ്ങനെ മീനെല്ലാം വാങ്ങാൻ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മില്ലറ്റ് പായസം ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കായിരുന്നു രാവിലെ. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അതൊരു ദിവസം നമുക്ക് ഇടാവേ. അപ്പോൾ അത് വെച്ചപ്പോൾ ഒരു പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ പാൽപ്പായസവും ബോളി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നെയ് ബോളി വാങ്ങാനായിട്ട് ഏട്ടൻ അപ്പുറം നമ്മൾ വന്നപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ബോളി കണ്ടു. അപ്പോൾ ഏട്ടൻ സ്കൂട്ടർ അവിടെ വെച്ചിട്ട് അപ്പുറത്ത് പോയി വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ അപ്പുറത്ത് ചാടാൻ നോക്കിയപ്പോൾ ഒരു കുറ്റി അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചാടുന്ന കാര്യം ടാസ്ക്കാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മുഖം മറച്ച് നിൽക്കുന്നു. ഓക്കെ. എന്നിട്ട് നേരെ മങ്കാട്ടടവ് വന്നപ്പോൾ അവിടെ അത്യാവശ്യം മീനുണ്ടായിരുന്നു കേട്ടോ. വങ്കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് വങ്കട ഇഷ്ടമാണ്. വങ്കടയും വാങ്ങിച്ചു. കണ്ണൻകുഴികളുടെ വലുതുണ്ടായിരുന്നു, വലുതും വാങ്ങി. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ കേട്ടോ. ഇവിടെ ഇങ്ങനെ മീനുണ്ടായിട്ടാണ് അങ്ങറ്റം വരെ ഈ വെയിലത്ത് പോയത് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് മീനൊക്കെ 2 ദിവസത്തേക്ക് വെട്ടി തന്നെ വാങ്ങി. ഞാൻ കഴുകാണ്ട് ഫ്രീസറിൽ വെള്ളം ഒഴിച്ച് വെച്ചേട്ടോ. മീൻ വെട്ടിക്കഴിഞ്ഞാൽ കഴുകാണ്ട് ഫ്രീസറിൽ നിറയെ വെള്ളം ഒഴിച്ച് വെച്ചാൽ മീൻ അപ്പോഴത്തെ പോലെ ഫ്രഷായിട്ട് ഇരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കഴുകാണ്ട് വെട്ടി വാങ്ങി. അപ്പം അമ്മയ്ക്ക് കുറച്ചുകൂടി ഈസി ആയല്ലോ. ഇനി വെച്ചാൽ മാത്രം മതിയല്ലോ. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരുക്കിയൊക്കെയാണ് വെച്ചിട്ട് പോയത്. മറ്റേത് നെട്ടയത്ത് വേദയെ കൊണ്ടാക്കിയാൽ ഒന്നും അറിയണ്ട. പക്ഷെ അവിടെ നിന്ന് നമുക്ക് ഓട്ടോയൊന്നും കിട്ടാൻ പാടാട്ടോ. വേദയ്ക്ക് പിന്നെ പൂജപ്പുരയൊക്കെയാണ് ട്യൂഷൻ. അവിടെ നിന്ന് ഇതുവരെ വരാനൊക്കെ വലിയ പാടാണ്. അതുകൊണ്ട് പിന്നെ നെട്ടയത്ത് നിന്ന് നിൽക്കണ്ട, ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരൽ കുറവാണ്. ഞാനും അമ്മയും കൂടെ എപ്പോഴും അടിയൊക്കെ ആവും കേട്ടോ. അതുകൊണ്ട് വന്ന് നിൽക്കുന്ന കാര്യം പാടാണ്. പിന്നെ നമുക്ക് നമ്മുടെ വീടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. നിങ്ങൾ അറിഞ്ഞോ ഗൈസ്, എൻ്റെ മാവിൽ നിന്ന മാങ്ങ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടോ. ഇവിടെ തിരിഞ്ഞാലും 100 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ മാങ്ങ കിട്ടും. എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന മാങ്ങ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അതാണെങ്കിൽ റോഡ് സൈഡാണെങ്കിൽ ശരി, നമുക്ക് പറയാതെ റോഡ് സൈഡിൽ നിൽക്കുന്ന മാവാണെന്നേ. ഇത് നമ്മൾ കുറച്ച് ഉള്ളിലോട്ടാണ്. ഇനി അപ്പുറത്ത് ആദൂസിൻ്റെ വീടൂടെ കഴിഞ്ഞാൽ പിന്നെ വേറെ വീടില്ല. ഇവിടെ വന്ന് ആരാണാവോ നമ്മുടെ മാങ്ങ പറിച്ചിട്ട് പോയത്. എൻ്റെ 2 മാങ്ങ കാണാനില്ല ഗൈസ്, കാണാനില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ വരുന്നത് വരെ കട്ട വെയിലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വെയിലുണ്ടായിരുന്നില്ല. അങ്ങനെ 2 വീലർ എടുത്തിട്ട് പോയി. അങ്ങോട്ട് ഇറങ്ങിയത് വെയിലെന്ന് വെച്ചാൽ കട്ട
വെയിലായിരുന്നേ. വീട്ടിൽ വന്ന് കയറിയതും മഴ തുടങ്ങി. മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴയും കാറ്റും, ഭയങ്കര കാറ്റും മഴയായിരുന്നു. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ വേദ വന്നു. വേദ വന്ന പാടെ ചോദിച്ചത് മമ്മി വിളിക്കാൻ പോയോ എന്നാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരൊക്കെ വന്ന് നിൽക്കുന്നത്. അമ്മ അച്ഛനും വന്ന് നിൽക്കില്ല, കാരണം മെയിനായിട്ട് അവിടെ അടച്ചിടണ്ടെന്ന് കരുതിയിട്ടാട്ടോ, അതുകൊണ്ട് വരത്തില്ല. അവരവരുടെ വീട്ടിൽ നിൽക്കുന്ന സുഖം അവരവർക്ക് അവിടെ നിന്നാലേ പറ്റത്തുള്ളൂ. ഇവിടെ വന്നാൽ പിന്നെ ഞാനും അമ്മയും കൂടെ അടിയാണ്. ഞാൻ വെച്ചിരിക്കുന്ന സാധനം അമ്മ എടുക്കുക, അവിടെ നിന്ന് ഇവിടെ വയ്ക്കും, ഇവിടെ നിർത്ത് അവിടെ വയ്ക്കും, എൻ്റെ പാത്രത്തിൽ തൊട്ട് അങ്ങനെ തൊട്ട് ഇങ്ങനെ തൊട്ടെന്നൊക്കെ പറഞ്ഞ അടി കേട്ടോ. ഇതിപ്പോൾ ആക്ച്വലി അമ്മ മാത്രമാണ് വരുന്നത്, രാത്രി കിടക്കുന്നത് അച്ഛൻ അവിടെയാണ്. രാവിലെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. വന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചിട്ട് അങ്ങ് തിരിച്ച് പോകാമെന്നാണ് അച്ഛൻ്റെ ഐഡിയ കേട്ടോ. അപ്പോൾ വീട്ടിൽ ആളില്ല എന്നുള്ള ഒരിതും വരത്തില്ല. അതുകൊണ്ട് അമ്മ ഇവിടെ നിൽക്കും, അച്ഛൻ രാവിലെ വന്നിട്ട് വൈകിട്ട് അങ്ങ് പോവും, വീണ്ടും രാവിലെ വന്നിട്ട് വൈകിട്ട് പോവും. വീട്ടിൽ മാത്രമല്ല, സോളാറിൻ്റെ പണി നടക്കുക കേട്ടോ. അവിടെ സോളാർ വയ്ക്കുകയാണ്, അതിൻ്റെ പണിയെല്ലാം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അവിടെ നിന്നാലേ പറ്റത്തുള്ളൂ. അപ്പം രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ചോറും കഴിച്ചുകൊണ്ട് വൈകുന്നേരത്തതും കൊണ്ട് പോവാമെന്നൊക്കെ പറഞ്ഞാണ് അച്ഛൻ നിൽക്കുന്നത്. ഇനി വന്ന് നിൽക്കോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ മില്ലറ്റ് പായസം വെച്ചു. വേദയ്ക്ക് വന്നപാടെ കുറച്ച് പായസവും ബോളിയും കൂടി കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് മില്ലറ്റ് എടുത്ത് കുക്കറിലിട്ട് ആ പാൽ ഒഴിച്ച് 2-3 വിസിലിട്ടപ്പോഴേക്കും വെന്തു. പിന്നെ കുറച്ചുകൂടെ പാലൊഴിച്ച് അതിനെ ലൂസാക്കി എടുത്തു കേട്ടോ. നല്ല പായസമായിരുന്നു. പിന്നെ എന്താണ്, ചോറ് വെച്ചു. മീൻകറി ഇന്നലത്തെ മീൻകറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഏട്ടൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, കാരണം എനിക്ക് അത്രയും തിരക്കാണെന്ന് ഏട്ടൻ അറിയാം, അതുകൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഉടച്ച് കറി, അതായത് കൂട്ടുകറിയല്ല, പയർ, പീയണിക്ക, കപ്പ, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു കറി ഉണ്ടാക്കില്ലേ, എരിശ്ശേരി, അതുണ്ടാക്കിയായിരുന്നു. അതൊക്കെ തന്നെയായിരുന്നു ഇന്ന് ലഞ്ചിന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മില്ലറ്റ് പായസം എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു, പക്ഷേ അത് സക്സസ് ആയിട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സെയിം പാൽപ്പായസത്തിൻ്റെ അത്ര അങ്ങോട്ട് കറക്റ്റ് ആയില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടനാണെങ്കിൽ പായസം കുടിക്കുന്നില്ല. അങ്ങനെ ഞാൻ ചോദിക്കുകയാണേ, എവിടെയോ ചെന്നപ്പോൾ ഏട്ടൻ ആക്രാന്തത്തോടെ പായസം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിൽ ഒരു പായസം വെച്ചാലും ഏട്ടൻ കുടിക്കത്തില്ല, പായസം കുടിക്കാത്തെന്തെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട നിൻ്റെ പായസം എന്നും പറഞ്ഞിട്ട് ആ ബോളി മാത്രം കഴിച്ചാൽ മനുഷ്യൻ്റെ പായസം കുടിച്ചില്ല കേട്ടോ. എന്നിട്ട് ഞാൻ കാറും എടുത്ത് ചീമയുടെ വീട്ടിൽ വന്നു. ചീമയുടെയും സച്ചിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഈ ജൂലൈ 10 എന്ന് പറയുന്നത്. അപ്പോൾ അവർ മൈസൂരേക്ക് പോവാണ്. ഞാനവരെ ഒന്ന് എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. എന്നെ വിളിച്ചില്ല കേട്ടോ, ഞാൻ ബിസി ആണെന്ന് കരുതി, സത്യം പറയാൻ വിളിച്ചില്ല. അപ്പോൾ ഇങ്ങനെ അമ്മ വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, എങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് പോകും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ കുഴപ്പമില്ല, ഞാൻ പോകാം, അപ്പം നിനക്ക് തിരക്കായതുകൊണ്ടാവും വിളിക്കാത്തത് എന്ന് പറയും. പിന്നെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇട്ടു, ഞാൻ വരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തിരക്കില്ലെങ്കിൽ കുഴപ്പമില്ല, ശ്രീകുട്ടി ഇല്ലെങ്കിൽ ഊബറിൽ പൊക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു തിരക്കില്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ന് കുറച്ച് ബിസി അല്ലാത്തൊരു ദിവസമായിരുന്നു. അങ്ങനെ ചീമയും സച്ചിനെയും കൊണ്ടുവന്ന് എയർപോർട്ടിലാക്കിയ ശേഷം ഞാൻ അമ്മയെ വിളിക്കാനായിട്ട് പോയട്ടോ. 3.5 മാസത്തിൽ ഫ്ലൈറ്റ് കയറുകയാണ് കുഞ്ഞു പെണ്ണ്. ഇതിനിടയ്ക്ക് എത്ര യാത്രയായെന്ന് നോക്കിയാൽ. നമ്മൾ ഇടുക്കിയിൽ പോയി, ഇപ്പം മൈസൂർ പോകാൻ പോകണു. എന്ത് ലക്കി ഗേളാ അല്ലേ. ഇതുപോലെ ആയിരിക്കണം അല്ലേ, എപ്പോഴും ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യാൻ പറ്റണം. നമ്മൾ വേദം കൊണ്ട് ഫസ്റ്റ് യാത്ര പോകുന്നത് 6 മന്ത്സിലാണ് കേട്ടോ. വയനാട് വരെ പോയത് 6 മന്ത്സിലാണ്. പിന്നെ എല്ലാ വെക്കേഷനും പോകുമായിരുന്നു കേട്ടോ. അതിപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഒരു ലീവ് കിട്ടിയാലെന്നല്ല, വെക്കേഷൻ, ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, പിന്നെ ലോങ് വെക്കേഷൻ എല്ലാം, സമ്മർ വെക്കേഷൻ എല്ലാം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമായിരുന്നേ. ഇവിടെ പിന്നെ എനിക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ പോലും അവളിങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ സച്ചിന് ATM കൗണ്ടറിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഞാനൊന്ന് കുഞ്ഞി എടുത്തു കേട്ടോ. കാറ് ഡ്രൈവ് ചെയ്തത് കൊണ്ട് എനിക്ക് കുഞ്ഞി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചിട്ട് അവളവിടെ ആക്കിയിട്ട് ഞാൻ നേരെ നെട്ടയത്ത് വന്നു. നെട്ടയത്ത് വന്നപ്പോഴേക്കും അമ്മ റെഡിയായി ഇരിക്കുകയായിരുന്നു. അമ്മയുടെ സാമഗ്രികളെല്ലാം വാരി കെട്ടി ഇറങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ ആക്ച്വലി തിരുമല ഉണ്ട്, നമ്മുടെ അവിടെ ഒരു സൈറ്റിൽ പണി നടക്കുകയാണ്. നമ്മുടെ ഒരു വില്ലാസ് തിരുമല പണി നടക്കുക കേട്ടോ. അപ്പോൾ അവിടെ അച്ഛൻ സൈറ്റിലുണ്ട്. അപ്പോൾ രാത്രി ഫുഡും കഴിച്ചിട്ട് അങ്ങ് തിരിച്ച് വീട്ടിൽ പോവാം എന്നും പറഞ്ഞാണ് അച്ഛൻ നിൽക്കുന്നത്. അപ്പോൾ അമ്മയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ വേദ ട്യൂഷൻ ഉണ്ടായിരുന്നു, ട്യൂഷന് വിളിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അച്ഛൻ വൈകുന്നേരം അച്ഛനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഊബർ വിളിച്ച് വരാമെന്നോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കാം കേട്ടോ. അച്ഛനല്ല നിൽക്കാൻ പറ്റത്തില്ല. അച്ഛന് എൻ്റെ ബെഡ് ശരിയാവില്ലെന്നാണ് മെയിനായിട്ട് പറയുന്നത്. നമുക്ക് ഉണ്ടായിരുന്ന പഴയ ബെഡ് മാറ്റിയിട്ട് പുതിയ ബെഡ് വാങ്ങിയപ്പോൾ പഴയ 2 ബെഡ് ഒരുമിച്ചാണ് ഞാൻ എൻ്റെ കട്ടിലിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് അച്ഛന് ഹൈറ്റ് കൂടുതലാണ്, പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് അച്ഛൻ വരാത്തത്. പിന്നെ വീട്ടിൽ തന്നെ എനിക്ക് കിടന്നാലേ പറ്റത്തുള്ളൂ, എൻ്റെ പപ്പി നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അച്ഛൻ വരാത്തത്.
പിന്നെന്താണ്, എന്നിട്ട് അമ്മയും വിളിച്ച് വേദയും വിളിച്ച് ഇവിടെ കൊണ്ടാക്കിയ ശേഷം വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. വേദയെ ഡാൻസ് ക്ലാസ്സിനാക്കിയ ശേഷം ഞാനും കൂടെ പുറകെ കയറിയിട്ട് എത്ര ദിവസമായെന്നറിയോ ഇതുപോലെ നമ്മൾ 3 പേരും കൂടി സ്കൂട്ടറിൽ വൈകുന്നേരം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ ഇങ്ങനെ പേടെങ്കിലും പോകുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ. എന്നിട്ട് വേദ ഡാൻസിന് വിട്ട ശേഷം നമ്മുടെ കാസിം സർബത്തിൽ വന്ന് സർബത്ത് കുടിക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ സർബത്ത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ചുമ്മാ വാങ്ങിച്ച് കുടിക്കും. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ വാങ്ങിച്ച് കുടിക്കും. ഇല്ലെങ്കിൽ പാഴ്സലെങ്കിലും ആട്ടം വാങ്ങിച്ചുകൊണ്ട് തരും കേട്ടോ. പക്ഷേ ഇവിടെ ഒന്നും തുറക്കത്തില്ല. ഒരു 2 ദിവസം തുറക്കുമെങ്കിൽ 3 ദിവസം തുറക്കത്തില്ല. ഇന്നിപ്പോൾ ഭാഗ്യത്തിന് തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാൽ സർബത്ത്, മിൽക്ക് സർബത്ത് വാങ്ങിച്ചു കുടിച്ചു. സത്യമായിട്ടും ഇവരുടെ സർബത്ത് പോലെ വേറൊരു സർബത്തും മിൽക്ക് സർബത്തും എനിക്കിഷ്ടമായിട്ടില്ല. ഈ ഒരു സർബത്തിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാൻ അവരുടെ സർബത്ത് വാങ്ങാൻ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പുറത്ത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിറങ്ങി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്ന ശേഷം എന്തോ പറഞ്ഞു അമ്മ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. വീട്ടിൽ ഇന്നലത്തെ മീൻകറിയില്ലായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ദോശമാവിരുന്നു. അപ്പോൾ ദോശയും ഓംലെറ്റും ചമ്മത്തിയും ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ വേറെ ഒന്നും വാങ്ങിച്ചില്ല. ചിക്കനൊക്കെ വാങ്ങാമെന്ന് വെച്ചാൽ അച്ഛൻ ചിക്കനൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ അച്ഛന് വീണ്ടും കറി ഉണ്ടാക്കണം. അത് ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി ഓംലെറ്റും അടിച്ച് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതെല്ലാവരും കഴിക്കുമല്ലോ എന്ന് കരുതി. അച്ഛനെ കൊണ്ട് വലിയ പാടാണ്. അച്ഛൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ചിക്കനോ ബീഫോ മട്ടനോ ഒന്നും കഴിക്കില്ല. മുട്ടയും മീനും ഒക്കെ കഴിക്കും, പക്ഷേ ചിക്കനൊന്നും കഴിക്കത്തില്ല. അത് നമുക്കാട്ടോ പാട്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ മാത്രമേ വയ്ക്കത്തുള്ളൂ, വേറെ കറികളൊന്നും വയ്ക്കത്തില്ല. പിന്നെ കപ്പയും വയ്ക്കും. അതിപ്പോൾ ബീഫായാലും മട്ടനായാലും എന്തായാലും അതുണ്ടെങ്കിൽ പിന്നെ വയ്ക്കത്തില്ല. ഇതിപ്പോൾ അച്ഛൻ കഴിക്കാത്തത് കൊണ്ട് പിന്നെ അച്ഛൻ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം. അത് വലിയ പാടാണ്. ഇതിപ്പോൾ നമ്മളെല്ലാവരും വെജിറ്റേറിയൻ ആയിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ അച്ഛൻ വെജിറ്റേറിയൻ എന്ന് ഉദ്ദേശിച്ചത് മീറ്റ് കഴിക്കാത്ത വെജിറ്റേറിയൻ കേട്ടോ. നമ്മൾ നോൺ വെജ്. അപ്പോൾ എല്ലാവർക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചാലും അച്ഛന് സെപ്പറേറ്റ് ഒരു വെജിറ്റബിൾ കറി വാങ്ങുവേ. ആ കറി അച്ഛൻ മാത്രമേ കഴിക്കത്തുള്ളൂ, പിന്നെ ബാക്കി എടുത്ത് കളയാം. അച്ഛൻ ഒരു സ്പൂണും കാരണം പേരിനും വേണ്ടി കഴിക്കും. പക്ഷേ ഇല്ലെങ്കിൽ ഭയങ്കര ആൾക്ക് വിഷമമാണ്. നിങ്ങളൊക്കെ ചിക്കൻ വാങ്ങിച്ച് കഴിച്ചല്ലോ, എനിക്കൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയും. അതുകൊണ്ട് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പം, വാങ്ങിച്ചാലും കുഴപ്പം. അമ്മ ഇന്ന് സ്പെഷ്യലായിരുന്നു ഓംലെറ്റൊക്കെ ഉണ്ടാക്കുകയാണ്. സവോളയും തേങ്ങയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടൊന്ന് ഞവട്ടി എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് അമ്മ ഇന്ന് ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ വെച്ച മത്തിക്കറി ഉണ്ടായിരുന്നു. അതും കൂട്ടി അമ്മ ലേശം ചോറും ഇരുന്നു. അതെല്ലാം കൂട്ടി അമ്മ കഴിച്ചു. ആ മത്തിയുടെ ഗ്ലാമർ കണ്ട് കഴിച്ചതെന്നാണ് പറഞ്ഞിട്ട്. ഇന്നലെ മത്തി വെച്ചത് നന്നായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ ശകലം ഒരു സ്പൂൺ ചോറുണ്ടായിരുന്നു, ഒരു കഷ്ണം മീനും വെച്ച് കഴിച്ച്. അപ്പോഴേക്കും അത് കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ എന്തായാലും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ കരുതി. ഇനി നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ്. നാളെ 2 മണിയാകുമ്പോൾ നമ്മൾ തിരിക്കും കേട്ടോ. കഷ്ടപ്പാട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതറിയാവോ? ചിലപ്പോൾ കമൻസൊക്കെ വരുന്നതാകാം, ഇതൊക്കെ വലിയ പാടുള്ള പണിയാണോ എന്ന്. രാവിലെ 2 മണിക്ക് തിരിച്ചാൽ അവിടെ എത്തുന്നത് 12 മണിക്കാണ്. പിന്നെ 9 മണി വരെ അലച്ചിലാണ്. അവിടെ കയറി ഇവിടെ കയറി. ഇപ്രാവശ്യം നമ്മൾ കോയമ്പത്തൂരാട്ടോ ഫസ്റ്റ് പോകുന്നത്. കോയമ്പത്തൂർ, ഈറോഡ്, സേലം, തൃച്ചി, അങ്ങനെ പല സ്ഥലങ്ങളിൽ, ചെന്നൈ, ഒരുപാട് സ്ഥലങ്ങളിൽ പല സാരീസ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഓണം സാരിയൊക്കെ കൂടുതലും കോയമ്പത്തൂർ, നമ്മുടെ ഈ ബാലരാമപുരം, കൂത്താമ്പള്ളിയിലൊക്കെ വരുന്നതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് കേട്ടോ. അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മളിവിടുത്തെ കൈത്തറി, ഇവിടെ ബാലരാമപുരം കൈത്തറി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒന്നുമില്ല. അവിടെ നെയ്യുന്നുണ്ട് വളരെ കുറച്ച് സാധാ പഴയ സാധനങ്ങൾ, ഈ കല്യാണത്തിനൊക്കെ കൊടുക്കുന്ന പുടവ പോലത്തെ സാധനങ്ങളൊക്കെ അവിടെ നെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ പോകണം. നമ്മുടെ മൾക്കോട്ടനൊക്കെ എവിടെ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? അതെല്ലാം ബംഗാളിൽ നിന്ന്. നെക്സ്റ്റ് ഓണത്തിന് ഉറപ്പായിട്ട് ഞാൻ ബംഗാൾ പോകും. അത് ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് കുറെ കൂടെ കളക്ഷൻസ് എടുക്കണം. ഇപ്പം നമ്മൾ തമിഴ്നാട് വരെ എത്തിയിട്ടുള്ളൂ. പിന്നെ തെലങ്കാനയിൽ പോയി പോച്ചമ്പള്ളി സാരിയൊക്കെ അവിടെ നിന്ന് എടുക്കണം. അങ്ങനെയൊക്കെ ഹൈദരാബാദിൽ നിന്ന് കലങ്കാരി സാരി, അങ്ങനെ ഒരുപാടേറെ ഐഡിയാസൊക്കെ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മൾ തമിഴ്നാട് വരെ എത്തിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേദയുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതുകൂടെ നോക്കിയില്ലെങ്കിൽ അവൾ വല്ലാണ്ടങ്ങ് ഉഴപ്പിക്കളയും കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എല്ലാ കാര്യവും നോക്കണം. അപ്പോൾ അതേ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിച്ചിട്ട് വേണം ആശാൻ അങ്ങ് വീട്ടിൽ പോകാനായിട്ട്. ദോശ ചുടു എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ചുട്ട് കൊടുത്തിട്ട് ഏട്ടൻ കൊണ്ടുവന്ന് ആക്കും. എന്നിട്ട് എനിക്ക് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ. രാവിലെ 2 മണിയാകുമ്പോൾ നമ്മൾ പോകും. അപ്പം നാളത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രയുടെ പർച്ചേസിങ് വീഡിയോ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.